സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ അത് തീർച്ചയായിട്ടും കാണും. അതിനുശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡും മിനിമം ഒരു 20 തവണയെങ്കിലും കാണണം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സിലബസ് ഉണ്ടാക്കിയത് ഞാൻ വിദേശത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ഡേവിഡും ചേർന്നാണ്. ഡേവിഡ് ഒരു ബ്രിട്ടീഷുകാരനാണ്, അതുപോലെ ന്യൂസിലൻഡിൽ താമസിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് ഡേവിഡ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗുലറും പ്ലൂറലും. നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഒരുപാട് ഗ്രാമർ റൂളുകൾ നമ്മൾ പഠിക്കുന്നു. ഒട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ തെറ്റുകൾ ഉണ്ടാക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാം സിംഗുലർ പ്ലൂറൽ. വളരെ സിമ്പിളാണ്. ഇപ്പം സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ത് സാധനം ഇപ്പം ഞാൻ പറയാം, ഒരു ബോട്ടിൽ അതൊരു സിംഗുലറാണ്. ഒരാൾ സിംഗുലറാണ്. അതുപോലെ ഒരു കസേര അത് സിംഗുലറാണ്. ഇതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരാണ് ഏകവചനം. ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രീസ ഒരു പെൺകുട്ടിയാണ്, അത് സിംഗുലറാണ്. അടുത്ത് ഷീസായിക്ക് നമുക്ക് ഷീ എന്ന് പറയാം. അത് ഒരു പെണ്ണിനാണ് നമ്മൾ ഷീ എന്ന് പറയുന്നത്. അതുപോലെ ഹീ എന്ന് പറഞ്ഞൊരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരാൾ ഹീ. അതിനുശേഷം വരുന്ന ഒന്നാണ് ഇറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്നിനു വേണ്ടി ഇറ്റ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനുഷ്യനെ പറ്റി സംസാരിക്കുമ്പോൾ ഇറ്റ് ഉപയോഗിക്കാതിരിക്കുക. ഇറ്റ് ഈസ് എ ബോയ് കറക്റ്റ് അല്ല, ഹീ ഈസ് എ ബോയ്. പിന്നെ മറ്റൊന്ന്, ഇപ്പം ഞാൻ പറയാം, നമ്മുടെ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഒബാമ സിംഗുലറാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ സിംഗുലർ. അപ്പോൾ ഇത്രയാണ് സിംഗുലർ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഒന്ന് എന്നാണ് സിംഗുലറിൻ്റെ അർത്ഥം. നമ്മൾ മലയാളത്തിൽ അതിന് ഏകവചനം എന്ന് പറയും. ഞാൻ പറഞ്ഞു, മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ മലയാളം എന്തുകൊണ്ട് എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മലയാളം എഴുതിയത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്ലൂറൽ. ഓക്കെ, പ്ലൂറൽ എന്നല്ല പറയേണ്ടത്, ഒന്നിച്ച് പറയാം പ്ലൂറൽ. ഒന്നിൽ കൂടുതൽ ഉണ്ടായെങ്കിൽ നമ്മൾ പ്ലൂറൽ എന്ന് പറയും. അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ബഹുവചനം. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് അർത്ഥം. പക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഞാനിവിടെ ഐ എന്ന് എഴുതിയിരിക്കുന്നു. ഐ ഒന്നാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഐ പ്ലൂറലായിട്ട് എഴുതി എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു സീക്രട്ട്. ഇതാണ് നമ്മൾ പ്ലൂറലായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഗ്രാമറ്റിക്കലി സിംഗുലറാണ്. പക്ഷേ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറലായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലൂറലായിട്ട് പഠിക്കുന്നു. നിങ്ങൾ ഈ കോഴ്സ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കാരണം മനസ്സിലാവും. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് എഴുതും, സിംഗുലറാണ്, ഞാൻ സിംഗുലറായിട്ടാണ് പഠിച്ചത്. പക്ഷേ ഞാനും ഡേവിഡും ആയിരിക്കും ഏക അധ്യാപകർ ഇങ്ങനെ തിരിച്ചു പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം എന്നത് പ്ലൂറലായിട്ട് നിങ്ങൾ പഠിക്കുക. പക്ഷെ നിങ്ങളൊരു ഗ്രാമർ എക്സാമിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗുലർ എന്ന് എഴുതിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയാം വീഡിയോ കണ്ടിട്ട് ഞാൻ പ്ലൂറലായിട്ടാണ് എഴുതുന്നത്. ഓക്കെ, പക്ഷേ എപ്പോഴും പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു സന്ദർഭത്തിൽ സിംഗുലറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കോഴ്സ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഇനി അടുത്താണ് യുവിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നീ എന്നും പറയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നും പറയാം. യുവിൻ്റെ അർത്ഥം നീ അല്ലെങ്കിൽ നിങ്ങൾ. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ നമ്മൾ യു പറയാം, ഒന്നിൽ കൂടുതൽ വ്യക്തികൾക്ക് വേണമെങ്കിലും നമുക്ക് യു പറയാവുന്നതാണ്. ഓക്കെ, യു പ്ലൂറലാണ്. വിയുടെ അർത്ഥം നമ്മൾ എന്നാണ്. നമ്മൾ വി. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, നമ്മളെല്ലാവരും കൂടുതൽ ചേർന്നിരിക്കുന്നു. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും, അത് നമ്മൾ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് വി. ഇനി അടുത്ത ഒന്നാണ് ദേ എന്ന് പറഞ്ഞാൽ അവർ. നമ്മളല്ല, അവർ. ഇപ്പം നമ്മുടെ പിന്നെ അടുത്തിരിക്കുന്ന കുറേ പേര് അവർക്ക് നമുക്ക് എന്താണ് പറയുന്നത്, ദേ. ശ്രദ്ധിക്കുക. മറ്റൊരു ഉദാഹരണമാണ് ട്രീസ ആൻഡ് സെലിൻ എന്ന് പറയുമ്പോൾ 2 വ്യക്തികളാണ്. ഞാൻ പറഞ്ഞു ഒന്നിൽ കൂടുതലുള്ളതിന് നമുക്ക് എന്താണ് പറയുന്നത്, പ്ലൂറൽ എന്നാണ് പറയുന്നത്. അതൊരു ബഹുവചനമാണ്. അപ്പോൾ ട്രീസ ആൻഡ് സെലിൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്ലൂറൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സിംഗുലർ പ്ലൂറലിന് നമ്മൾ പറയുന്ന പേര് സബ്ജക്റ്റ് എന്നാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ഏറ്റവും ആദ്യം എഴുതേണ്ടത് എന്താണ്? ആര് എന്നുള്ളതാണ്. ഈ ആര് എന്നുള്ളതാണ് ഈ സബ്ജക്റ്റ്. അത് സിംഗുലർ ആകാം, പ്ലൂറലാകാം. റിപ്പീറ്റ് ചെയ്യുന്നു. സിംഗുലർ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു വ്യക്തി, അതൊരു സിംഗുലറാണ്. അദ്ദേഹത്തിൻ്റെ പേരെടുത്തിട്ട് നമുക്ക് ഹി എന്ന് പറയാം. അതല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഷീ എന്ന് പറയാം. അപ്പോൾ ഹി, ഷീ. പിന്നെ ഇറ്റ് ഞാൻ പറഞ്ഞു, മനുഷ്യരെ പറ്റി സംസാരിക്കുമ്പോൾ ഇറ്റ് യൂസ് ചെയ്യാതിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് എ കൗ, ദാറ്റ്സ് പെർഫെക്റ്റ്. നമുക്ക് പറയാം ഇറ്റ്സ് എ ട്രെയിൻ ഓർ ഇറ്റ്സ് എ ബസ്, ദാറ്റ്സ് പെർഫെക്റ്റ്. പക്ഷേ നമ്മൾ മനുഷ്യനെ പറ്റി പറയുമ്പോൾ ഇറ്റ് ഉപയോഗിക്കാതിരിക്കുക. അടുത്ത ഒന്നാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വ്യക്തിയുടെ പേര്, മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്, സെയിം അത് തന്നെയാണ് ഒബാമ. ഇനി നമുക്ക് പ്ലൂറൽ എന്തൊക്കെയാണെന്ന് പഠിക്കാം. പ്ലൂറൽ ഞാൻ പറഞ്ഞു ഐ, നമ്മുടെ ഈ കോഴ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഐ നമ്മൾ പ്ലൂറലായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഒന്നുകൊണ്ട് പഠിക്കേണ്ട, നിങ്ങൾ കൃത്യമായിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടാകും. യാതൊരുവിധ ഗ്രാമർ മിസ്റ്റേക്കും ഉണ്ടാക്കത്തില്ല. നമ്മളിപ്പോൾ പ്ലൂറലായിട്ടാണ് പഠിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? കാറ്റഗറൈസ് ചെയ്തു ഈ പ്ലൂറൽ ഏതൊക്കെയാണ്, സിംഗിൾ ഏതൊക്കെയാണ്. എന്നിട്ട് നമ്മളൊരു റൂൾ അപ്ലൈ ചെയ്യാൻ പോകും. അപ്പോൾ ഈ റൂളിൻ്റെ അകത്ത് ഐ എപ്പോഴും പ്ലൂറലായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഐ പ്ലൂറലായിട്ട് വരുന്നത്. മറ്റൊന്ന് യു. യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ, അതാണ് യു. പിന്നെയാണ് വി. വി എന്ന് പറഞ്ഞാൽ നമ്മൾ. അതിനുശേഷം നമ്മൾ പഠിച്ചു ദേ. ദേ എന്ന് പറഞ്ഞാൽ അവരാണ് ദേ. ഇനി വേറെ ഉദാഹരണം പറഞ്ഞു ആൻഡ് ഉപയോഗിക്കുമ്പോൾ ട്രീസ ആൻഡ് സെലിൻ. അത് എന്താണ്? അതൊരു പ്ലൂറലാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കൺസെപ്റ്റാണ് ഈ സിംഗുലർ പ്ലൂറൽ. ആദ്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു കൺസെപ്റ്റാണ് വെർബ്. അതിന് മുമ്പായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇത്രയും വരെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഓൾറൈറ്റ്, നമ്മൾ അടുത്ത് പഠിക്കുന്നതാണ് വെർബ്. എന്താണ് വെർബ്? വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയും ക്രിയ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പിലത്തെ സെക്ഷനിൽ, അതായത് ഇതിൻ്റെ മുമ്പിലത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു എന്ത് ചെയ്യുന്നു. അപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് ചെയ്യുന്നു. ആരെ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനെ നമ്മൾ സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ അതിനാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ മലയാളത്തിൽ ക്രിയ എന്ന് പറയും. അതല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രവൃത്തി എന്നുള്ളത്. മറ്റൊന്ന് എന്ത് ചെയ്യുന്നു. ഇതെല്ലാം ക്രിയയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് എന്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയണു അവൻ ഉറങ്ങുന്നു. അതല്ലെങ്കിൽ പാട്ട് പാടുന്നു. കറങ്ങുന്നു, ഫാൻ കറങ്ങുന്നതാണെങ്കിൽ നമ്മൾ കറങ്ങുന്നു എന്ന് പറയാം. അതല്ലെങ്കിൽ ജോലി ചെയ്യുന്നു, അതൊരു പ്രവൃത്തിയാണ്. കളിക്കുന്നു, ഒരു പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ നീന്തുന്നു, മറ്റൊരു പ്രവൃത്തിയാണ്. കഴിക്കുന്നു, ഇതെല്ലാം പ്രവൃത്തിയാണ്. ഇതെല്ലാം വെർബാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡോണ്ട് വറി, നിങ്ങൾ ഒട്ടുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളിവിടെ ഭയങ്കര ശക്തമായ ഗ്രാമർ റൂളുകൾ അല്ലെങ്കിൽ ഗ്രാമർ അങ്ങനത്തെ ഒന്നും പഠിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്, ആവശ്യമുള്ളത് മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം, അപ്പോൾ നമ്മൾ വെർബിനെ നമ്മൾ 3 ആയിട്ട് തിരിക്കാൻ പറ്റും. വെർബിനെ നമ്മൾ, അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെന്ന് അതിന് നമ്മൾ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. പക്ഷേ നമ്മളങ്ങനെ വലിയ ശക്തമായ ഇതൊന്നും പഠിക്കേണ്ട, പേരുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിനെ V1, V2, V3 എന്ന് നമ്മൾ തിരിക്കുകയാണ്. അതായത് V1, V2, V3 സിമ്പിളാണ്. ഓക്കെ, V1നെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക. ഓക്കെ, V2 നമ്മൾ പറയുന്നു, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ. V2ന് നമ്മൾ പ്ലേഡ് എന്ന് പറയും. പ്ലേഡ്, കളിച്ചു കഴിഞ്ഞു. V3 തേർഡ് ഫോം ഓഫ് ദ വെർബാണ്. അതിന് നമ്മൾ V3 കളിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. അപ്പം നിങ്ങൾ ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റ് ബുക്കുകൾ റെഫർ ചെയ്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, ഈ കൺസെപ്റ്റിനെ പറ്റി പറയാൻ ഞാൻ മറ്റൊരു 2-3 വാക്യങ്ങളോട് ഇതിനെപ്പറ്റി പറയുകയാണ്. ഈ കൺസെപ്റ്റ് എവിടെയാണ് ഇതിനെ വികസിപ്പിച്ചെടുക്കുന്നത്. ഇത് സത്യത്തിൽ ഈ കൺസെപ്റ്റ് നമ്മൾ ഈ പഠിക്കുന്ന ഇംഗ്ലീഷ് കൺസെപ്റ്റ് വികസിപ്പിച്ചെടുത്തത് US മിലിറ്ററിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു കൺസെപ്റ്റ് അവർ വികസിപ്പിച്ചെടുത്തത്? ഒരു സ്റ്റോറിയുണ്ട്. അതായത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം US ഒരു കാര്യം മനസ്സിലായി. അതായത് അവർ യുദ്ധം ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിൽ പോയാണ്. US-ൻ്റെ അകത്ത് യുദ്ധം വളരെ കുറവാണ്.
അതായത് എനിക്ക് തോന്നുന്ന ഒരു 18th century കഴിഞ്ഞ് അവിടെ യുദ്ധം ഉണ്ടായിട്ടില്ല അതിനകത്ത്, US-നകത്ത്. അപ്പോൾ ഈ US എപ്പോഴും യുദ്ധം ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളിൽ പോയാണ്. ഈ മറ്റു രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുമ്പോഴുള്ള ഒരു വലിയൊരു പ്രശ്നം അവർ നേരിട്ടെന്ന് പറഞ്ഞാൽ ഭാഷയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ കൊറിയയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വിയറ്റ്നാമിൽ പോയി യുദ്ധം ചെയ്യുന്നു, അഫ്ഗാനിസ്ഥാനിൽ പോകുന്നു, ഇറാഖിൽ പോകുന്നു, മറ്റ് പല രാജ്യങ്ങളിലും പോയി യുദ്ധം ചെയ്യുന്നു. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഭാഷയാണ്. അപ്പോൾ ഭാഷ അവർ മറ്റ് ഭാഷകൾ പഠിക്കുക, അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അമേരിക്കയുടെ ഭാഷ ഇംഗ്ലീഷാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക, ഇംഗ്ലീഷ് മറ്റുള്ളവരെ കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് കൂടുതൽ എളുപ്പം, അല്ലെങ്കിൽ മറ്റ് ഉള്ള ആൾക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളതാണ് കൂടുതൽ എളുപ്പം. ഏത് അമേരിക്കൻ സൈനികർ മറ്റു ഭാഷകൾ പഠിക്കുക എന്നതിനേക്കാളും എളുപ്പം മറ്റുള്ളവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം അമേരിക്കൻ സൈനികർ ഭാഷ പഠിക്കാൻ എത്ര ഭാഷ അവർ പഠിക്കണം? ഒരുപാട് ഭാഷകൾ പഠിക്കേണ്ടി. അപ്പോൾ അതിനുവേണ്ടി വികസിപ്പിച്ചെടുത്ത് അവരൊരു ഭയങ്കര ഒരു റിസർച്ച് ക്യാരി ഔട്ട് ചെയ്തു. ആ റിസർച്ചിൻ്റെ ഫലമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സിലബസാണ്. യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വെറും 30 മണിക്കൂർ കൊണ്ട് ഏത് വ്യക്തിയും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ആ കൺസെപ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത ഒരുപാട് സിലബസ് ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന വെർബിനെ പറ്റിയാണ്. വെർബ് V1, V2, V3 3 ഫോംസ് ആണുള്ളത്. ഇനി ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കുക, V2-ൻ്റെയും V3-യുടെയും അർത്ഥം ഒന്ന് തന്നെയാണ്. V2-ൻ്റെയും V3-യുടെ അർത്ഥം ഒന്ന് തന്നെയാണ്. കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു, ഉദാഹരണം ഇപ്പോൾ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക. അപ്പോൾ V2 V3-യുടെ അർത്ഥം കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും, മലയാളത്തിൽ ഞാൻ അങ്ങനെ അല്ലല്ലോ പഠിച്ചതെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു, മലയാളം സംസ്കൃതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ്, ഇംഗ്ലീഷ് സംസ്കൃതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഭാഷയല്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ഒരിക്കലും ഇംഗ്ലീഷിലില്ല. അതിനോട് ഏകദേശം അടുത്ത് വരുന്നൊരു ട്രാൻസ്ലേഷൻ. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കൺസെപ്റ്റ് ഇല്ല. അത് നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാമർ പുസ്തകങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഞങ്ങൾ വളരെ അധികം റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയൊരു കോഴ്സാണ്. അപ്പം V2-ൻ്റെയും V3-യുടെ അർത്ഥം എന്താണ്? ഒന്ന് തന്നെയാണ്. എങ്കിൽ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, അങ്ങനെ ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ V2-ഉം V3-യും പഠിക്കുന്നത്? നല്ല കറക്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം V2-ൻ്റെയും V3-യുടെ അർത്ഥം ഞാൻ പറഞ്ഞു ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ V2 മാത്രം പഠിച്ചാൽ അപ്പോൾ എന്തിനാണ് V3 പഠിക്കുന്നത്? ശരിയായ ഒരു ചോദ്യം. പക്ഷേ അതിൻ്റെ ഉത്തരം ഇതാണ്, ഇംഗ്ലീഷിനകത്ത് പല റൂളുകളുണ്ട്. ആ റൂളുകൾക്കകത്ത് ചില സമയങ്ങളിൽ ഇംഗ്ലീഷ് റൂള് പറയുന്നത് നിങ്ങൾ V3 ഉപയോഗിക്കും, നിങ്ങൾ V2 ഉപയോഗിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ V2-ഉം V3-യും പഠിക്കുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്, പ്ലേ എന്നുള്ളതിൻ്റെ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, പ്ലേഡ് എന്ന് പറഞ്ഞാൽ കളിച്ചു കഴിഞ്ഞു. ഇവിടെ V3 പ്ലേഡ് എന്ന് പറഞ്ഞാൽ കളിച്ചു കഴിഞ്ഞു. ഓക്കെ, മറ്റൊരു ഉദാഹരണം എടുക്കാം, മറ്റൊരു ക്രിയ. ഓക്കെ, ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, എയ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യമാണ്, കഴിച്ചു. ഈറ്റം എന്ന് പറഞ്ഞാലും കഴിച്ചു എന്നാണ്. നിങ്ങൾ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ പറയും അതല്ല, കഴിച്ചു കഴിഞ്ഞായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ കഴിച്ചു കഴിഞ്ഞായിരുന്നു പറഞ്ഞാലും കഴിച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടതാണ്, നിങ്ങളെ ഞാൻ വ്യക്തമായിട്ട് പഠിപ്പിക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റ്. ഇനി നമ്മൾ ഇതിനകത്ത് 2 റൂളുകൾ പഠിക്കുന്നതാണ്. 2 വ്യത്യസ്തമായ റൂളുകൾ നമ്മൾ പഠിക്കുന്നത്. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള റൂളാണ്. ഒന്നാമത്തെ റൂൾ 1 എന്താണ് പറയുന്നത് ചോദിച്ചാൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 ഉപയോഗിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ V1 ഉപയോഗിക്കണം. ഇനി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, യഥാർത്ഥം എന്താണ് പ്ലൂറൽ? അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പഠിപ്പിച്ചത്. പ്ലൂറൽ I, you, we, they എന്നാണ് പ്ലൂറൽ. അപ്പോൾ പറയുന്നത് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ എന്തുപയോഗിക്കണം? V1 ഉപയോഗിക്കണം. ഒരു സെൻറ്റൻസിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സെൻറ്റൻസിലേക്ക് നോക്കുക, ആ സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ V1 ഉപയോഗിക്കുക. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മളിവിടെ പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. I play cricket every day. I ഞാൻ പറഞ്ഞു പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, I play cricket every day. ഓക്കെ, പ്ലേ എന്ന് പറയുന്നത് V1 ആണ്. അപ്പം I play cricket every day. ഇനി നിങ്ങൾ ചോദിക്കുകയാണ്, അപ്പോൾ ഐക്ക് പകരം V play cricket every day. സെയിം റൂൾ 1 എന്താണ് പറയുന്നത്?
സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ V1 ഉപയോഗിക്കുക. അപ്പം വി വരുവാണെന്നുണ്ടെങ്കിലും ദേ വരുവാണെന്നുണ്ടെങ്കിലും നമ്മൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ട്രീസ ആൻഡ് സെലിൻ രണ്ടുപേരും അവരാണെങ്കിലും പ്ലേ ക്രിക്കറ്റ് എന്നാണ് വരുന്നത്. ഓക്കെ, രണ്ടാമതൊരു ഉദാഹരണം വി ഈറ്റ് റൈസ് എവ്രി ഡേ. ഓക്കെ, വി ഈറ്റ് റൈസ് എവ്രി ഡേ. ഞങ്ങൾ എന്നും ചോറുണ്ണുന്നു. വി ഈറ്റ് റൈസ് എവ്രി ഡേ. ഞങ്ങൾ എന്നും ചോറുണ്ണും. കറക്റ്റാണ്. അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് പ്ലൂറലാണ്. രണ്ടാമത് ഈറ്റ് എന്ന് പറയുന്നത് V1 ആണ്. ഓക്കെ, അതാണ് റൂൾ നമ്പർ 1. മറ്റ് കൂടുതൽ നമ്മളതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് റൂൾ 2 ആണ്. മറ്റൊരു റൂള്. ഈ റൂള് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ V1നോട് ചേർന്ന് ഒരു എസ് ചേർക്കണം. V1നോട് കൂടെ ഒരു എസ് ചേർക്കണം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ പറഞ്ഞു. ഇപ്പം നമ്മൾ ഈ സബ്ജക്റ്റ് സിംഗുലർ ഏതൊക്കെയാണ് എന്നുള്ളത്. ട്രീസ സിംഗുലറാണ്, ഒരു വ്യക്തി. ഷീ എന്നുള്ളത് സിംഗുലറാണ്, സെയിം ആയിട്ട് നമ്മൾ പറയുന്നു. ഹീ സിംഗുലറാണ്. അടുത്ത ഇറ്റ് സിംഗുലറാണ്. മറ്റൊന്ന് നമുക്ക് ഏത് പേര്, ഇപ്പോൾ രാജു എന്ന് പറഞ്ഞു, രാമു എന്ന് പറഞ്ഞു, എന്ത് പേരുകളും നമ്മളിപ്പോൾ ഒരു ഒറ്റ വ്യക്തിയാണെന്ന് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഒരു കസേര, ഒരു ചെയർ, അത് സിംഗുലറാണ്. ഒരു ഫാൻ സിംഗുലറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ഉപയോഗിക്കണം? V1നോട് ചേർന്ന് എസ് ഉപയോഗിക്കണം എന്നുള്ളതാണ് റൂള്. ഇനി ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഉദാഹരണം എഴുതിക്കുന്നു. ഹീ പ്ലേസ് ക്രിക്കറ്റ് എവ്രി സാറ്റർഡേ. ഹീ പ്ലേസ് ക്രിക്കറ്റ്. പ്ലേ എന്നല്ല ഞാൻ പറഞ്ഞു, ഇതിനോട് കൂടെ ഒരു എസ് ചേർത്തു, പ്ലേസ്. അപ്പോൾ ഹീ പ്ലേസ് ക്രിക്കറ്റ് എവ്രി സാറ്റർഡേ. അപ്പം ഹീ എന്ന് പറയുന്നത് സിംഗുലറാണ്. പ്ലേസ് എന്ന് പറയുന്നത് പ്ലേയോട് കൂടി എസ് ചേർത്തു. പ്ലേയോട് കൂടെ നമ്മൾ എസ് ചേർത്ത്. അപ്പം ഹീ പ്ലേസ് ക്രിക്കറ്റ് എവ്രി സാറ്റർഡേ. വേറൊരു ഉദാഹരണമാണ് ഹീ ഈറ്റ്സ് ബിരിയാണി എവ്രി മൺഡേ. എല്ലാ തിങ്കളാഴ്ചയും അവൻ ബിരിയാണി കഴിക്കും. അപ്പം അവൻ കഴിക്കും. അപ്പം ഹീ ഈറ്റ്സ് ആണ് വന്നത്, ഈറ്റ് അല്ല വന്നത്. അതിന് കാരണം എന്താണ്? കാരണം വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഹീ ഈസ് എ സിംഗുലർ. ഹീ എന്ന് പറയുന്നത് സിംഗുലറാണ്. ഓക്കെ, നമുക്ക് മറ്റ് ഉദാഹരണങ്ങൾ, നമുക്ക് ഇതിനകത്ത് ഏറെ ഉദാഹരണങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ ഐ ഗോ ടു ചർച്ച് എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ഇവിടെ പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കോഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു സ്ഥലം ഒഴികെ ബാക്കി എല്ലായിടത്തും നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്ലൂറലായിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലൂറൽ എന്ന് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രിക്കാണ്. അങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്ത് US മിലിറ്ററിയാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും ഭയപ്പെടേണ്ട. അതുപോലെ തന്നെ ഞാൻ ഈ കോഴ്സ് ഞാനും ഡേവും ചേർന്നാണ് തയ്യാറാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിനെ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ പഠിച്ചത് സിംഗുലറായിട്ടാണല്ലോ, എന്തുകൊണ്ട് ഇവിടെ പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നു? ഒന്നുകൊണ്ടും പഠിക്കണ്ട. ഐ ഗോ ടു ചർച്ച് എവ്രി ഡേ. ഇവിടെ നമ്മൾ ഗോ എന്നാണ് ഉപയോഗിച്ചത്. അത് V1 ആണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് V1 ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞു പ്ലൂറലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ V1 ഉപയോഗിച്ചു. ഇവിടെ സമയമാണ് പറയുന്നത്. എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്. മറ്റൊരു ഉദാഹരണം വി ബൈ മിൽക്ക് എവ്രി ഡേ. വി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പാല് വാങ്ങിക്കും. ഓക്കെ, വി ബൈ മിൽക്ക്. ബൈ എന്നാണ് പറഞ്ഞത്. അനദർ എക്സാമ്പിൾ എന്താണ്? ദേ സ്റ്റഡി ഇംഗ്ലീഷ് എവ്രി ഡേ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വി ബൈ മിൽക്ക് എവ്രി ഡേ. അപ്പം നമ്മൾ ചോദിക്കുകയാണ് ഹീ ആണെങ്കിലോ? ഉദാഹരണം ഇവിടെ ഞാൻ ഹീ എന്ന് എഴുതി. ഹീ ആണെന്നുണ്ടെങ്കിൽ ഹീ ബൈസ് എന്ന് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഹീ ബൈസ് മിൽക്ക്. കറക്റ്റ്, മനസ്സിലായല്ലോ? കാരണം ഹീ സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ എസ് നമുക്ക് ചേർക്കണം. മീനിങ് അവൻ എല്ലാ ദിവസവും പാല് വാങ്ങുന്നു എന്നാണ്. ദേ സ്റ്റഡി ഇംഗ്ലീഷ് എവ്രി ഡേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് അവരെന്നും ഇംഗ്ലീഷ് പഠിക്കുന്നു. മറ്റൊരു ഉദാഹരണം ട്രീസ റീഡ്സ് ന്യൂസ് പേപ്പർ. ട്രീസ റീഡ്സ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ട്രീസ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ഇവിടെ എസ് വന്നു കഴിഞ്ഞു. എസ് കാരണം എന്താണ്? ട്രീസ ഒന്നാണ്, ഒരു ട്രീസ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ട്രീസ റീഡ്സ് ന്യൂസ് പേപ്പർ. ഓക്കെ, ഹീ ലൈക്സ് ചിക്കൻ. അവന് ചിക്കൻ ഇഷ്ടമാണ്. ഹീ ലൈക്സ്. ലൈക്ക് അല്ല പറഞ്ഞത്,
ലൈക്സ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ചിക്കൻ ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? ഐ ലൈക്ക് ചിക്കൻ. ഹി ലൈക്സ് ചിക്കൻ. സിമ്പിളാണ്. ഇറ്റ് റെയിൻസ് എവ്രി ഡേ. ഇറ്റ് റെയിൻസ്. മറ്റൊരു ഒരു ട്രിക്കാണ്. നമുക്കിപ്പോൾ ഒരു സാധനത്തിൻ്റെ പേരറിയത്തില്ല. നമുക്ക് അപ്പം നമുക്ക് എന്ത് പറയാം? ഇറ്റ് എന്ന് പറയാം. റെയിനിൻ്റെ എന്താണ് മഴയുടെ പേര്? മഴയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും, പെയ്യുന്നതിനാണ് നമ്മൾ മഴ എന്ന് പറയുന്നത്. പക്ഷെ അത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരില്ല. അതുകൊണ്ട് തന്നെയാണ് എന്താണ് പറയുന്നത്? ഇറ്റ് എന്ന് പറയും. ഇറ്റ് റെയിൻസ് എവ്രി ഡേ. ഇറ്റ് റെയിൻസ് എവ്രി ഡേ. എന്തുകൊണ്ടാണ് എസ് ചേർത്തത്? കാരണം ഇറ്റ് സിംഗുലറാണ്. മറ്റൊരുദാഹരണം, ഷീ സ്വിംസ് എവ്രി സാറ്റർഡേ. സ്വിം എന്ന് പറഞ്ഞാൽ നീന്തുക എന്നാണ്. ഷീ സ്വിംസ് എവ്രി സാറ്റർഡേ. എല്ലാ ശനിയാഴ്ചയും അവൾ നീന്താറുണ്ട്. ഷീ സ്വിംസ് എവ്രി സാറ്റർഡേ. ഇപ്പോൾ എന്നെ പറ്റിയാണ് പറയുന്നതാണെങ്കിലോ ഐ സ്വിം എന്നാണ് പറയുന്നത്. സ്വിംസ് പറയത്തില്ല, ഐ സ്വിം. ദേ ആണെങ്കിലോ ദേ സ്വിം. വി സ്വിം. ഓക്കെ, നമ്മൾ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പം ജേക്കബ് ആൻഡ് ആൽബർട്ട് സ്വിംസ് വരില്ല, കാരണം അത് പ്ലൂറലാണ്. ഓക്കെ. ഷീ പ്ലേസ് പിയാനോ വെരി വെൽ. അവൾ പിയാനോ നന്നായി വായിക്കാറുണ്ട്. ഷീ സിംഗുലറാണ്, അതുകൊണ്ട് തന്നെ യെസ് ഉപയോഗിക്കും. ഷീ പ്ലേസ് പിയാനോ വെരി വെൽ. ഓക്കെ. സോ ഞാൻ ഇനി നിങ്ങൾക്കിത് ഓർത്തിരിക്കുവാൻ വേണ്ടി ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമായിട്ട് സിംഗുലർ ഏതാണ് പ്ലൂറൽ ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഉദാഹരണം പറയുന്നത്, നിങ്ങളിപ്പോൾ പ്ലൂറൽ എന്നിവിടെ എഴുതുന്നു. PLURAL. ഇതിനകത്ത് എസ് ഉണ്ടോ? ഏതെങ്കിലും ഒരു ആൽഫബറ്റ് നോക്കിയാൽ PLURAL. ഇതിനകത്ത് എസ് ഇല്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? V1 ഉപയോഗിക്കുക. ഇനി നമ്മൾ സിംഗുലർ എന്ന് എഴുതുന്നു. SINGULAR. സിംഗുലർ എന്ന് എഴുതുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് ഒരു എസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ V1ൻ്റെ കൂടെ ഒരു എസ്സും കൂടെ ചേർക്കാം. V1S. ഇതാണ് അതിൻ്റെ ട്രിക്ക്. അപ്പോൾ ഇംഗ്ലീഷ് പൂർണ്ണമായിട്ടില്ല. നമ്മൾ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ട് നമുക്ക് ടെൻസസ് പഠിക്കണം. ടെൻസസൊക്കെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാ ടെൻസും ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് ഹാർഡായിട്ടുള്ള ഒരു ഗ്രാമർ റൂളുകളും ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷേ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യാറുണ്ട്. എന്താണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം, പ്രശസ്തനായ അമേരിക്കൻ അധ്യാപകൻ ഇംഗ്ലീഷ് അധ്യാപകൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ റിപ്പീറ്റ് ആൻഡ് പ്രാക്ടീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിസൺ ആൻഡ് പ്രാക്ടീസ് എന്നാണ് പുള്ളി പറഞ്ഞത്. ലിസൺ ആൻഡ് പ്രാക്ടീസ്. നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കുക, അത് വീണ്ടും പറയുക, കേൾക്കുക, പറയുക. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾ മിനിമം ഒരു 20 തവണ നിങ്ങൾ കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ നാവിലേക്ക് അത് വരുന്നതാണ്. അപ്പോഴും നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു 100 കണക്കിന് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. അതുവരെ താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.